ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോയും കൂടെ കണ്ടില്ലെങ്കിൽ ഒരു തേങ്ങയും മനസ്സിലാവാൻ പോകുന്നില്ല. കാരണം മഹാഭാരത യുദ്ധത്തിന്റെ ആ ഒരു സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഞാൻ കാര്യമായിട്ട് ഇൻട്രോ പറഞ്ഞ് വലിച്ചു നീട്ടി പോകുന്നില്ല. മഹാഭാരത യുദ്ധത്തിന്റെ ഒന്നാം ദിവസം സേനാധിപതികളായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനും ഭീഷ്മനും തങ്ങളുടെ പടകളെ ക്രൗഞ്ചവ്യൂഹത്തിലും വജ്രവ്യൂഹത്തിലും അണിനിരത്തി. യുദ്ധത്തിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് യുദ്ധത്തിന് വേണ്ടി നിർമ്മിതമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ നിയമങ്ങളെല്ലാം പലതവണ ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്നിരുന്നാൽ പോലും നിയമങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഏതാണെന്ന് വെച്ചാൽ ധർമ്മമാർഗത്തിൽ കൂടി മാത്രമേ ഈ ഒരു യുദ്ധം നടക്കാൻ പാടുള്ളൂ എന്നായിരുന്നു തീരുമാനം. അതുകൊണ്ടൊക്കെയാണല്ലോ ഇതിനെ ധർമ്മമാർഗം എന്ന് വിളിക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും യുദ്ധം നടത്താൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിയമവും തെറ്റി. കാരണം ജയദ്രഥന്റെ വധത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ നിയമം ലംഘിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നെ ഒരേ സമയം ഒരേ ശ്രേണിയിലുള്ള യോദ്ധാക്കൾ തമ്മിലേ ഏറ്റുമുട്ടാവുള്ളൂ എന്നുള്ള നിയമമുണ്ട്. അതും പലതവണ തെറ്റായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരേ സമയം നേരിട്ട് രണ്ടുപേർ ചേർന്ന് ഒരാളെ ആക്രമിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നു. അതും ഇല്ലാതായി. ഇവൻ അഭിമന്യുവിനെ വധിക്കുന്ന സമയത്ത് അങ്ങനെയാണ് നടന്നത്. കാരണം ഒന്നിലധികം സൈനികർ ചേർന്നിട്ടാണ് ഒരു സൈനികനായ അഭിമന്യുവിനെ ഇല്ലാതാക്കിയത്. അത് നമ്മൾ അഭിമന്യുവിന്റെ വധം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നിരായുധനായിട്ടുള്ള ആളെ കൊല്ലരുത് എന്നുള്ള നിയമമുണ്ട്. അതും ലംഘിക്കപ്പെട്ടതാണ്. കാരണം ദ്രോണരെ ദൃഷ്ടദ്യുമ്നൻ കൊന്നു തള്ളുമ്പം ആള് നിരായുധനായിരുന്നു. അഭിമന്യു അത് പോട്ടെ, ഭൂരിശ്രവസിനെ സാത്വികി കൊന്നു തള്ളുമ്പോഴും ആളും നിരായുധനായിരുന്നു. അങ്ങനെ പലതവണ ആ ഒരു നിയമം ലംഘിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ആളിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അതും തകർത്തതാണ്. അഭിമന്യു മോഹാലസ്യപ്പെട്ട് കിടക്കുമ്പോഴാണ് അഭിമന്യുവിന്റെ ജീവൻ എടുത്തത്. നിരായുധനായിട്ടുള്ള ആളിനെ കൊല്ലരുത് എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അതും ലംഘിക്കപ്പെട്ടതാണ്. കാരണം കർണൻ നിരായുധനായിരിക്കുന്ന സമയത്താണ് അർജുനൻ കർണനെ വധിച്ചത്. പിന്നിൽ നിന്ന് ഒരാളെ ആക്രമിക്കരുത് എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അതും ലംഘിക്കപ്പെട്ടതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ശകുനിയും അർജുനനും പിന്നിൽ നിന്ന് ആക്രമിച്ചാണ് തങ്ങളുടെ എതിരാളികളെ ഇല്ലാതാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഈ ഒരു യുദ്ധത്തിലുടനീളം ലംഘിക്കപ്പെട്ടതാണ്. ഇപ്പം തങ്ങൾക്ക് നേരിട്ട് ഭീഷണിയായി വരുന്നില്ലെങ്കിൽ യാതൊരു മൃഗങ്ങളെയും ഹാനി വരുത്തരുത് എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അതും ലംഘിക്കപ്പെട്ടതാണ്. കാരണം അശ്വത്ഥാമാവിന്റെ പേര് പറഞ്ഞ് വെറും പാവം ഒരാനയെ ഭീമൻ കൊന്നു തള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ രണ്ട് പക്ഷത്തു നിന്നും നിയമലംഘനങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ധർമ്മയുദ്ധം എന്ന പേര് മാത്രമേ ഉള്ളായിരുന്നു. ഇതിനെ ധർമ്മയുദ്ധം എന്നൊന്നും വിളിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ ദിവസത്തെ യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് പോരാളികൾക്ക് ഒന്നാമത്തെ ദിവസത്തിലും ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഒന്നാമത്തെ ദിവസത്തെ ഹീറോ എന്ന് പറയുന്നത് ഗംഗാപുത്ര ഭീഷ്മരായിരുന്നു. ഭീഷ്മർ പാണ്ഡവരുടെ സേനയ്ക്ക് ആ ദിവസം കനത്ത നാശം വരുത്തി. കനത്ത നാശം വരുത്തി എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരൻ പരാജയം അംഗീകരിക്കുന്നതിന്റെ വക്കിൽ വരെ എത്തി. കാരണം തന്റെ പടയാളികൾ തനിക്ക് വേണ്ടി മരിക്കുന്നത് കണ്ട് ധർമ്മപുത്രരായിട്ടുള്ള ഭീഷ്മർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ ഒന്നാമത്തെ ദിവസത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട സംഗതികളിൽ ഒന്ന് ഗീതോപദേശമാണ്. കാരണം അർജുനൻ തൻ്റെ സഹോദരങ്ങൾക്കും പൗത്രർക്കും ഗുരുനാഥനും നേരെ അസ്ത്രമെഴിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തളർന്ന് രഥത്തിന്റെ തട്ടിലിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുന്നുണ്ട്. നീ നിന്റെ കർമ്മം ശ്രദ്ധിക്കുക, ധർമ്മവും അധർമ്മവും ഒക്കെ പിന്നീട് നോക്കാം, ലക്ഷ്യം മാർഗത്തിനെ സാധൂകരിക്കും തുടങ്ങിയ ഗീതോപദേശങ്ങളെല്ലാം ഈ ഒരു ഘട്ടത്തിലാണ് വരുന്നത്. ഈ ഒരു ഗീതോപദേശത്തിൽ കൂടിയാണ് ബന്ധങ്ങളിൽ നിന്നും മുക്തനാവുക അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആവുക. ഭയങ്കര ഫിലോസഫിക്കലാണ് ഈ സാധനം. നമ്മൾ റിസൾട്ട് ഒന്നും നോക്കാതെ നമ്മളുടെ കർമ്മം എന്താണോ ആ കർമ്മത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവൃത്തി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഒരു എൻലൈറ്റ് ചെയ്യാൻ ശ്രീകൃഷ്ണന്റെ ഗീതോപദേശം ഈ ഘട്ടത്തിൽ ഉപകരിക്കുന്നുണ്ട്. അതായത് തനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തീർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനെ തൻ്റെ വാക്കുകളിലൂടെ പ്രോത്സാഹിപ്പിച്ച് തിരികെ യുദ്ധവെറി കൊണ്ടുവന്ന് എതിരാളികൾക്ക് നേരെ അസ്ത്രം അയക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഗീതോപദേശം എന്ന പേരിൽ ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്നതാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട പോരാട്ടങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ കോരിത്തെരിപ്പിച്ച യുദ്ധങ്ങൾ അഭിമന്യുവും ഭീഷ്മരും തമ്മിലുള്ള പോരാട്ടമാണ്. കാരണം ഭീഷ്മരെ അഭിമന്യു പിടിച്ചു കിട്ടുന്നുണ്ട്. കാരണം ദുര്യോധനന് പോലും ഭീഷണിയാവുന്ന തരത്തിലേക്ക് അഭിമന്യു വരുന്നുണ്ട്. കാരണം അഭിമന്യുവിനെ മറികടന്ന് മാത്രമേ യുധിഷ്ഠിരന്റെ അടുക്കലേക്ക് ഭീഷ്മർക്ക് ചെല്ലാൻ കഴിയുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. കാരണം
ഒരു ഘട്ടത്തിൽ പാണ്ഡവരുടെ സൈന്യം പൂർണ്ണമായും ഛിന്നഭിന്നമാകും, യുധിഷ്ഠിരനെ ഭീഷ്മർ ഇല്ലാതാക്കും എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് അഭിമന്യുവാണ് വരുന്നത്. അതിനു മുമ്പ് ശ്വേതനും ഭീഷ്മനും തമ്മിലുള്ള പോരാട്ടവും എടുത്തു പറയേണ്ടതാണ്. ഒന്നാം ദിവസത്തിൽ ശ്വേതൻ ഭീഷ്മരെ തടഞ്ഞു നിർത്തിയിരുന്നില്ല എങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ പാണ്ഡവരുടെ സൈന്യത്തിനെ മുഴുവനും ഭീഷ്മർ ഇല്ലാതാക്കുമായിരുന്നു. കാരണം ഒടുവിൽ ശ്വേതനെ കൊണ്ട് ഒറ്റയ്ക്ക് ഭീഷ്മരെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ള അവസ്ഥയോട് കൂടിയിട്ട് ശ്വേതൻ പിന്മാറിയിട്ട് അവിടെ അഭിമന്യു വരുമ്പോഴാണ് അല്പസ്വല്പം ശ്വാസം പാണ്ഡവർക്ക് വീണ് കിട്ടുന്നത് എന്ന് പറയാം. പിന്നെ ശല്യരും ഉത്തരനും തമ്മിലുള്ള യുദ്ധവും ഒന്നാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്നായിരുന്നു. പിന്നെ ഇതാണ് ഒന്നാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത്. പിന്നെ പാണ്ഡവർ യുദ്ധത്തിന് വന്നത് പടിഞ്ഞാറ് ഭാഗത്തു കൂടിയും കൗരവർ യുദ്ധത്തിന് വന്നത് കിഴക്ക് ഭാഗത്തും കൂടിയാണ്. ഒന്നാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഗീതോപദേശമാണ്. ഇതാണ് പെരിഫറൽ. ഇനിയിപ്പം ഒന്നാമത്തെ ദിവസത്തെ യുദ്ധത്തിൽ ആരൊക്കെ ആരോടൊക്കെ എങ്ങനെ പോരാടി, ആരൊക്കെ മരിച്ചു വീണു എന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ആരെങ്കിലും കാണുമോ നോക്കട്ടെ.